ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ്, ഇന്ന് റിലീസ് ചെയ്ത ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രൈം മിസ്റ്ററി സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് സീരീസ് ആണ് ഹരികഥ സംഭവാമി യുഗേ യുഗേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ശ്രീകാന്ത്, രാജേന്ദ്ര പ്രസാദ് എന്നിവരൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. 6 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു മിനി സീരീസ് ആണ്. ഏകദേശം ഈ സീരീസിന്റെ ദൈർഘ്യം എന്നുള്ളത് ഏകദേശം ഒരു 3.25 മണിക്കൂറാണ്. ഈ ടൈറ്റിൽ കാർഡും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ 3 മണിക്കൂറേ സീരീസ് മൊത്തം ദൈർഘ്യം വരുന്നുള്ളൂ. ഒരു സിനിമ കാണുന്നതിലാകത്ത് കണ്ടു തീർക്കാവുന്ന ഒരു സീരീസാണ് പിന്നെ ഹരികഥ സംഭവാമി യുഗേ യുഗേ എന്നാണ് ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസിന്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1982, 90 ഈ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് സിനിമയുടെ ഈ സീരീസിന്റെ കഥ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അവിടെ പിന്നെ ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ ഫാമിലി ആയിട്ട് നാടകം ചെയ്യുന്നതായിരിക്കും. രാത്രി കാലങ്ങളിൽ നാടകം ചെയ്ത് വരുന്ന ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആ നാട്ടിൽ ഈ നാടകം നടക്കുന്ന അന്ന് രാത്രി കാലങ്ങളിൽ പിന്നെ കുറെ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഇന്നിപ്പം പിന്നെ ഈ വിഷ്ണു അവതാരത്തെ കുറിച്ചുള്ള നാടകമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണു അവതാരത്തെ കുറിച്ചുള്ള നാടകം ചെയ്യുന്ന സമയത്ത് ഈ വാമനന്റെ അവതാരത്തെ കുറിച്ചുള്ള പിന്നെ നാടകം ചെയ്യുന്ന അന്ന് രാത്രി വാമന വേഷത്തിൽ വന്നിട്ട് ഒരാളെ കൊന്നുപോകും. പിന്നെ വരാഹത്തിന്റെ കുറിച്ചുള്ളതാണെങ്കിൽ വരാഹത്തിന്റെ വേഷത്തിൽ വന്ന് കൊന്നുപോകും. നരസിംഹത്തിന്റെ ആണെങ്കിൽ നരസിംഹത്തിനെ കുറിച്ചുള്ള അവതാരത്തെ കുറിച്ചുള്ള നാടകമാണ് ചെയ്യുന്നതെങ്കിൽ അന്ന് രാത്രി നരസിംഹ വേഷത്തിൽ വന്നിട്ട് ഒരാളെ കൊല്ലും. 1-2 ആൾക്കാരൊക്കെ കൊല്ലും. അപ്പൊ അതിന് പിന്നിലുള്ള മിസ്റ്ററി എന്താണ്? ശരിക്കും ദൈവം തന്നെ വന്ന് പിന്നെ ഈ ഒരു അവതാര വേഷത്തിൽ വന്നിട്ട് ആൾക്കാരെ കൊല്ലുന്നതാണോ, അല്ലെങ്കിൽ വേറെ മനുഷ്യർ തന്നെ വേഷം കെട്ടി ചെയ്യുന്നതാണോ എന്നുള്ള ഒരു മിസ്റ്ററി ആണ് ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രൈം പിന്നെ സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിലുള്ള ഒരു സീരീസ് ആണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആണ്. തെലുങ്ക് ഭാഷ കൂടാതെ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലൊക്കെ ഈ സീരീസ് അവൈലബിൾ ആണ്. മൊത്തം 7 ലാംഗ്വേജിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അത് നമുക്ക് പെർഫോമൻസ് എടുത്ത് നോക്കാം. ശ്രീകാന്ത് ആയിക്കോട്ടെ, അനപ്രസാദ് ആയിക്കോട്ടെ, എല്ലാവരും ഈ പെർഫോമൻസുകളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടം കാണിച്ച് രാജേന്ദ്ര പ്രസാദ് കിട്ടിയ റോളുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വില്ല വേഷത്തിൽ വന്ന ആളായാലും മെയിനായിട്ട് വന്ന് ആ ഒരു എന്താ പറയുക, ഒരു കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും നടിയായിട്ട് വന്ന സംഭവം ഒരു മിസ്റ്ററി നിലനിർത്താൻ ഈ ഒരു സീരീസ് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു 4 എപ്പിസോഡ് വരെ ഈ ഒരു സീരീസിന്റെ മിസ്റ്ററി പിന്നെ നിലനിർത്താൻ സീരീസ് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു മിസ്റ്ററി നിലനിർത്താൻ സാധിക്കുന്നുണ്ട് 4 എപ്പിസോഡുകളിൽ. പിന്നെ CG വർക്കുകളൊക്കെ ഒന്നുകൂടി നന്നാക്കാമായിട്ട് തോന്നും. പിന്നെ സിനിമാറ്റോഗ്രാഫി ഒന്നുകൂടി നന്നാക്കാമായിട്ട് തോന്നും. പിന്നെ ആ കാലഘട്ടം കാണിച്ച ആ ഒരു ആർട്ട് വർക്കും അങ്ങനെ ഇതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, ആ ഒരു ഡ്രസ്സിങ് കാര്യങ്ങൾ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് വയലൻസ് ഉണ്ട്, ബ്ലഡ് തെറിക്കുന്ന ഒരുപാട് വയലൻസ് സീനുകളുണ്ട്. അത് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മളെ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റാത്ത ആൾക്കാർ കാണാതിരിക്കും. ഒരു 18+ ആണ്, എന്നാൽ പോലും കുറച്ച് ബ്ലഡ് തെറിക്കുന്ന രംഗങ്ങളുടെ മുതിർന്ന ആൾക്കാരിൽ തന്നെ അതുപോലുള്ള സംഭവങ്ങൾ കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അതുപോലുള്ള സംഭവങ്ങൾ കുറച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക കാണുന്നവര്. ഈ സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 4 എപ്പിസോഡ് നല്ല രീതിയിൽ ആ ഒരു മേക്കിംഗ് ശൈലി കൊണ്ട് തന്നെ അവർ പറഞ്ഞ ആ കഥ പറഞ്ഞ രീതി കാര്യങ്ങളൊക്കെ, ആ ഒരു മിസ്റ്ററി എന്തെന്നുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ അതിന് നമ്മളെ പിടിച്ചിരുത്താൻ സാധിക്കുന്നുണ്ട് ഒരു 4 എപ്പിസോഡുകൾ വരെ. അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മൾ എന്താ പറയാ, സാധാരണ ആ ഒരു സ്റ്റോറി പിന്നെ ടെല്ലിങ് പോലെ തോന്നി. എന്തായാലും ആ ഒരു മേക്കിംഗ് ശൈലി കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്. സ്റ്റോറി കുറച്ചുകൂടി നന്നാക്കാമായിട്ട് തോന്നുന്നു. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വൗ ഫാക്ടർ ഈ സീരീസിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ട്രെയിലറൊക്കെ കണ്ട സമയത്ത് നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഒരു അടിപൊളി സീരീസ് ആയിരിക്കും, കണ്ടിരിക്കാം, ഒരു അടിപൊളി വൗ ഉള്ള സംഭവം നമുക്ക് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സീരീസ് കണ്ട സമയത്ത് ഒരു വൺ ടൈം വാച്ചബിൾ ക്രൈം സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു സീരീസ് തോന്നിയത്. ഒരു തവണ കണ്ടു നോക്കാവുന്ന സീരീസ്. വലിയൊരു മോശമല്ല, വലിയൊരു വൗ ഉള്ള സംഭവമല്ല, ഒരു അടിപൊളി സംഭവമല്ല, ഒരു എന്താ പറയുക, ഏവറേജ് കണ്ടിരിക്കാം. മോശമായില്ല, കണ്ടിരിക്കാം. ആ ഒരു രീതിയിലാണ് എനിക്ക് ഈ ഒരു സീരീസ് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു തോന്നുന്നു. കുറച്ച് ശ്രീകാന്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നു. CG വർക്കുകളൊക്കെ ഒന്നുകൂടി സെറ്റാക്കി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഈ വിഷ്ണു അവതാരം, മറ്റു കാര്യങ്ങൾ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതായിരുന്നു കുറച്ചുകൂടി ഒരു മിസ്റ്ററി എന്തെന്നുള്ളത്. നമ്മൾ ഈ ഒരു കാലഘട്ടം ആ ഒരു സംഭവങ്ങൾ കാണിക്കുന്ന സമയത്ത് ഒരു ഫാന്റസി സംഭവം കാണിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള സംഭവമാണത്. പക്ഷെ അതങ്ങോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് വർക്കായില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹരികഥ സംഭവാമി യുഗേ യുഗേ.
സീരീസിന്റെ പേരാണ്. തെലുങ്ക് സീരീസ് ആണ്. മലയാളം ഡബ്ബിടൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, മലയാളം തമിഴ് ഡബ്ബിടൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ രണ്ട് ഡബ്ബിഡ് വേർഷൻ ഞാൻ ജസ്റ്റ് മലയാളം ഡബ്ബാണ് ഞാൻ ഫുള്ളായിട്ട് കണ്ടത്. തമിഴ് ഡബ്ബിഡ് വേർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. തമിഴ് ഡബ്ബിഡ് വേർഷൻ കുഴപ്പമില്ല. മലയാളത്തിനെക്കാളും കുറച്ചുകൂടി നന്നാവും തമിഴായിരിക്കും. പക്ഷേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാണെന്നുണ്ടെങ്കിൽ മലയാളം തന്നെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ തെലുങ്ക് മനസ്സിലാകുന്നവർക്ക് തെലുങ്ക് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.